30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കം. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചലച്ചിത്ര താരം ലിജോ മോൾ ജോസ് ആദ്യ ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങി. 82 രാജ്യങ്ങളിൽ നിന്നുമുള്ള 206 ചിത്രങ്ങളാണ് മേളയുടെ ഭാഗമാകുന്നത്. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരിൽ നിന്നുമാണ് ചലച്ചിത്ര താരം ലിജോ മോൾ ജോസ് ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങിയത്. ഇതോടെ താരം 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആദ്യ ഡെലിഗേറ്റായി. 2024 മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവാണ് ലിജോ മോൾ. ചലച്ചിത്രമേളയുടെ 30ാം പതിപ്പ് പ്രമാണിച്ച് മുൻ വർഷങ്ങളിലേക്കാൾ 30ഓളം ചിത്രങ്ങൾ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 16 തിയേറ്ററുകളിലായാണ് പ്രദർശനം നടക്കുന്നത്. ഇത്തവണ ഒരു തിയേറ്റർ കൂടി അധികമായി സജ്ജീകരിച്ചിട്ടുണ്ട്. 1936 പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന പലസ്തീൻ 36 ഉദ്ഘാടന ചിത്രം. ടോക്കിയോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയാണിത്. ചലച്ചിത്ര പ്രേമികൾ കാത്തിരുന്ന ആഘോഷത്തിനാണ് നാളെ തുടക്കമാകുന്നതെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ പറഞ്ഞു. 8 ഡേയ്സിൽ ഈ 12ന് തുടങ്ങി 19ന് അവസാനിക്കുന്നു. 206 ചിത്രങ്ങളുണ്ട്, 15 വേദികളുണ്ട്. നിങ്ങൾ എല്ലാ കൊല്ലവും അറിയുന്ന അതേ സുതാര്യതയോടെ അതേ സിംപ്ലിസിറ്റിയോടുകൂടി തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ സിനിമ തന്നെയാണ് പ്രധാനം, വ്യക്തികളെക്കാളും. അതാണ് അതിൻ്റെ പ്രത്യേകതയും. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു, നടൻ കരമന സുധീർ എന്നിവരും പരിപാടിയുടെ ഭാഗമായി. ലോക സിനിമയിലെ വൈവിധ്യങ്ങൾ ചലച്ചിത്ര പ്രേമികളിലേക്ക് പകർന്നു നൽകുന്ന 8 ദിനരാത്രികളിലേക്കാണ് ഇനി നഗരം മിഴി തുറക്കുക. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരിതെളിയും. ക്യാമറാമാൻ രതീഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.